ബീഹാറിന്റെ വിജയം വൻ ആഘോഷമാക്കുകയാണ്. NDA പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും BJPയുടെയും JDUവിന്റെയും ഓഫീസുകൾ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാവിലെ ആദിൽ പാലോട് ഗുലാബ് ജാമുനും ഒപ്പം രസഗുളയും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു. ഒരുപക്ഷെ വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ മധുര പലഹാരങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു NDA ക്യാമ്പ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ കടുവ ജീവനോടെ ഉണ്ടെന്ന് തേജസ്വിക്ക് JDU പ്രവർത്തകർ മറുപടി നൽകുകയാണ്. ഫലം വന്നു തുടങ്ങിയപ്പോൾ തന്നെ ലാലുവിന്റെയും തേജസ്വിയുടെയും വസതി പക്ഷേ ശോകമൂകമായി മാറിയിരുന്നു. ബീഹാറിൽ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വിജയമാണ് NDA നേടിയത്. വിജയം രാജ്യവ്യാപക ആഘോഷമാക്കുകയാണ് BJP. വിജയത്തിന്റെ ട്രെൻഡ് അറിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മധുരം നൽകിയും നൃത്തം ചെയ്തും പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരുന്നു. അൽവിദ ചാച്ച, മുത്തച്ഛന് വിട എന്ന ബോർഡ് മഹാസഖ്യം പട്നയിൽ സ്ഥാപിച്ചിരുന്നു. ടൈഗർ അഭി ജിന്ദാഹെ, കടുവ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് നിതീഷ് കുമാറിനെ ചൂണ്ടി JDU പ്രവർത്തകരുടെ മറുപടി. CM रहेंगे, टाइगर अभी जिंदा है. नीतीश कुमार अलविदा खुद ही कह दिया कि चाचा CM का कुर्सी संभालिए, हम अलविदा कर रहे हैं. സ്ഥാനാർത്ഥികളും പ്രവർത്തകരും രഥത്തിൽ കയറിയും മോദിയുടെയും നിതീഷിന്റെയും മുഖം മൂടി ധരിച്ചും NDA കേന്ദ്രങ്ങളിൽ ആവേശം അലകടലായി മാറി. അതേസമയം ശോകമൂകമായിരുന്നു RJD കോൺഗ്രസ് ക്യാമ്പുകൾ. തേജസ്വിയുടെയും ലാലുവിന്റെയും വസതിക്ക് മുന്നിൽ ആരുമുണ്ടായിരുന്നില്ല. മഹാസഖ്യത്തിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരാനാകുമെന്നായിരുന്നു RJDയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയും അസ്ഥാനത്തായിരിക്കുന്നു. വിജയം ആഘോഷിക്കാൻ RJDയുടെ ഓഫീസിലെത്തിയ പ്രവർത്തകരാകെ നിരാശരായിരിക്കുന്നതാണ് കാഴ്ച. അധ്വാനത്തിന്റെ വിജയമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഈ വിജയവും ഈ കാണുന്ന ആഘോഷവുമെന്നും NDA പ്രവർത്തകർക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. BJP ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ ബീഹാർ. NDA പ്രവർത്തകരുടെ ആഘോഷത്തിൽ അലിഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ആദിൽ പാലോടും കണ്ണൻ പ്രസന്നനും.